നീയാണോടാ നാരായണൻകുട്ടി? അതെ സർ. നീയും ആ ഹേമയുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഒരു ബന്ധമില്ല സർ. നീയല്ലേടാ അവൾക്ക് ഗർഭമുണ്ടാക്കിയത്? അയ്യോ അല്ല സർ. അതിനല്ലേടാ നീ അവളെ കൊന്നത്? അറിയില്ല സർ. പിന്നെ ആരാടാ കൊന്നത്? എനിക്കൊന്നും അറിയില്ല സർ. അപ്പൊ കൊന്നത് നീയല്ല അല്ലേ? അല്ല സർ. അപ്പൊ ചാക്കി പൊതിഞ്ഞ് പുഴയെ കെട്ടിത്താത്തിയതോ? എനിക്കൊന്നും അറിയില്ല സർ. ഇത് എന്റെ കടയിലെ ചാക്കല്ലേ? സൂക്ഷിച്ചു നോക്കടാ. പറയടാ. അതെ സർ. നീ അറിയാതെ പിന്നെങ്ങനാടാ ഈ ചാക്കിനുള്ളിൽ ശവം വന്നത്? അത് ഞാനറിയാതെ മറ്റാരെങ്കിലും. ഇവിടെ വാ. ആരടേ മറ്റാരെങ്കിലും? പറയടാ. പറയടാ. ആരോടാ അവൻ? അപ്പുട്ടി. അപ്പുട്ടി. ഇന്നലെ എന്താ ഇഷ്ടി അയക്കാഞ്ഞത്? യൂണിയൻകാര് സമ്മതിച്ചില്ല. കേട്ടോ, യൂണിയൻകാരല്ലോ തന്റെ വീട്ടിന് ചെലവിന് കൊടുക്കുന്നത്. ഞാൻ മാസാമാസം തനിക്ക് ആട്ടുംകാട്ടൊന്നുമല്ലോ പറക്കി തരണേ, കാശല്ലേ. ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്യാം. ശരി മുതലാളി. ആ ആരായി വന്നിരിക്കണേ? എന്താ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക? താൻ പോയി 2 കരിക്കെടുത്തിട്ട് വച്ചല്ലേ. തന്റെ പേരെന്താ? അപ്പുക്കുട്ടൻ. ലാസർ മുതലാളിക്ക് അപ്പൂട്ടി എന്ന് പേരുള്ള ഒരു സഹായം കേട്ടോ. ഇതറിയാനാ ഇങ്ങോട്ട് വന്നത്. ഒരു സഹായം മാത്രമല്ല, അപ്പൂട്ടൻ, അപ്പി, അപ്പൻ, ഇങ്ങനെ 10-18 പേരുണ്ട് ഇവിടെ. ആ നാരായണൻകുട്ടിയുടെ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അപ്പൂട്ടി ഉണ്ടല്ലോ. ഉണ്ടാവും ഉണ്ടാവും. അത് നാരായണൻകുട്ടിക്ക് അറിയാലോ. അവനോട് ചോദിച്ചാ പോരായിരുന്നോ? അവൻ തന്നെയാ പറഞ്ഞത്. അത് ഏത് അപ്പൂട്ടിയനാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്ക് അറിയാവുന്ന അപ്പൂട്ടിമാരൊക്കെ ഇന്ന് എന്നെ സ്റ്റേഷനിലേക്കാണ് കൊടുത്തയക്കാം. ആട്ടെ, ഇതൊക്കെ പോട്ടെ. ആ വികലാംഗ കുട്ടിയെ ശിക്ഷിച്ചില്ലേ? കേസ് അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ അറിയണ്ടേ? ചോദിച്ചോളൂ, മടിക്കണ്ട. എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. വേറൊന്നുമല്ല, പോലീസുകാർ എനിക്ക് വലിയ ഇഷ്ടാ. ശരി, നമുക്ക് വീണ്ടും കാണാം. കരക്ക് ഇനി അല്ലേ? കരക്ക്. ഒന്നുകിൽ ഇയാൾ വെറൊരു ശുദ്ധനാ, അല്ലെങ്കിൽ നാരായണൻകുട്ടി, പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോ നാരായണൻകുട്ടി? പിന്നെ അവര് ഉപദ്രവിക്കാണ്ടിരിക്കോ? ഇതെന്തൊരു കഷ്ടം എന്റെ കുമാര. ഈ കുട്ടിയെ ഓരെന്തിനെങ്കിലും ദ്രോഹിക്കണേ. കട്ടവനെ കണ്ടില്ലേ കണ്ടവനെ മെക്കെട്ട് കയറുക, അതന്നെ. എന്തായാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് നാരായണൻകുട്ടി. കുറ്റം ചെയ്തവരെ പിടിക്കുന്നത് വരെ കടകളൊന്നും തുറക്കണമെന്നാണ് നമ്മുടെ തീരുമാനം. പാർട്ടിയിൽ കടലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. നീ കുറ്റക്കാരനല്ലാന്ന് ഞങ്ങൾ കച്ചവടക്കാർക്കറിയാം, നാട്ടുകാർക്കും അറിയാം. ഇങ്ങനെ എന്തെങ്കിലും ചില ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ അവര് കുറ്റം മുഴുവൻ നിന്റെ തലയിൽ കെട്ടിവെക്കുന്നുള്ളത് ഉറപ്പാ. കുമാരാ, അപ്പൂട്ടിയെ കണ്ടൂന്ന്. ആര്? ആ തെക്കേത്തള മാധവൻ ഇന്നലെ സിനിമ കഴിഞ്ഞ് വരുമ്പോ കണ്ടൂന്ന്. എന്നിട്ട് നാരായണൻകുട്ടിയെ അന്വേഷിച്ച് നടക്കണൂന്ന്. നീ എന്തിനാ സൈത്താന്റെ പേര് പോലീസിൽ പറയാൻ പോയത്? പിന്നെ പറയാതെ പറ്റുമോ? അയാളല്ലേ അന്ന് എന്റെ കടയിൽ വന്ന് ചാക്കെടുത്തോണ്ട് പോയത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഈ കവല വെച്ച് അവരൊന്നും ചെയ്യില്ലെന്ന് വെച്ചോ. പകല് വിട്ട് തോം പുറത്തിറങ്ങുകയില്ല. കുറച്ചു ദിവസം നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാ നല്ലത്. മുണ്ണും പിന്നും നോട്ടം ഇല്ലാത്താനാ അവൻ വീട്ടിലേക്ക് എങ്ങാനും കയറി ചെന്നാലോ? ഇയാൾ അതും പറഞ്ഞ് അവനെ പേടിപ്പിക്കാതെ. അതെ, ഇവര് പറയുന്ന പോലുള്ള പ്രശ്നമൊന്നുമില്ല. എന്നാലും ആളവനായതുകൊണ്ടാ. ഒന്ന് കരുതിയിരിക്കുക, അത്രേ ഉള്ളൂ.
കാണാൻ കൊതിച്ചു കൊതിച്ചിരിക്കായിരുന്നു ഞാൻ. അന്ന് അവർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? ഇല്ല, ഞാൻ അവരോട് സത്യം തുറന്നു പറഞ്ഞു. ഞാൻ അറിഞ്ഞു. ഇന്ന് രാവിലെ പാറുമ്മ വന്നിരുന്നു. അപ്പൂട്ടി ഏത് നിമിഷവും വരും. വന്നാ പിന്നെ എനിക്ക് ദേവിയെ കാണാൻ പറ്റില്ലെങ്കിലോ? അതുകൊണ്ടാണ് വന്നത്, അവസാനമായിട്ടൊന്ന് കാണാൻ. അങ്ങനെയൊന്നും പറയരുത്. ശാപം കിട്ടിയവനാണ് ഞാൻ. എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം കണ്ണീരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ദേവിക്കും എല്ലാ വിഷമങ്ങളും മാറും. മാറും. മാറണമെങ്കിൽ നീ എന്നെ മറക്കണം. നമുക്കവിടെ വെച്ച് പിരിയാം. ഇല്ല, നമ്മൾ പിരിയില്ല. കാലം കോഴിയല്ലേ കൂണത്, എല്ലാം തികഞ്ഞെന്റെ അമ്മേനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? കാലം കോഴി. അയ്യോ അമ്മ, ഇതെന്തമ്മേ? പട്ടയമറ്റ വീണതാ. നീ അങ്ങ് അകത്തേച്ചല്ലേ. അങ്ങോട്ട് എഴുന്നേറ്റ് പോകൂ. ആരാടിയത്? വേഗം അങ്ങോട്ട് എഴുന്നേക്കൂ. അമ്മമ്മ ഇങ്ങോട്ട് വരൂ. പോ, ഇങ്ങോട്ട് പോ. നാറോട്ടിയെ, ആരുമില്ലേ ഇവിടെ? നാറോട്ടി, ആരാ? നാറോട്ടി ഇല്ലേ ഇവിടെ? കുട്ടി ഇവിടെ ഇല്ല. ആരാ? എന്തു വേണം? ഞാൻ നാരായണൻകുട്ടിയുടെ ഒരു ദോസ്താ, ചങ്ങായി, കുമാരൻ എന്ന് പറയും. ആ, കുമാരേട്ടനാണോ? എന്താ? അവൻ ഇങ്ങോട്ട് വന്നോ? ആര്? അപ്പൂട്ടി. ഇല്ല. ഇനിയിപ്പോ എനിക്ക് തോന്നിയതാവോ? എന്താ കുമാരേട്ടാ? ഞാൻ കടവത്ത് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരാൾ ശരം വിട്ടമാരി ഓടണ കണ്ടു. ആരാന്ന് ചോദിച്ചിട്ട് പറയണമില്ല. ഇവിടേക്കാ കയറണ കണ്ടത്. മട്ടുമാരി കണ്ടവൻ തന്നെയാ. എന്റെ കുട്ടി അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എന്റെ ഈശ്വര ഇങ്ങനെ? അതൊക്കെ ശരിയാ, പക്ഷെ ആരാ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക? പോത്തെന്ന് പറഞ്ഞാ വെട്ടുപോത്താവൻ ജാതി. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക. ഏതായാലും ജനലും വാതിലും ഒക്കെ നല്ലോണം കുറ്റിയിട്ടിട്ട് കിടക്കുക. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട. പിന്നെ എന്തേലും ഒരു ആയുധം തലണക്കിലിരിക്കുന്നത് നല്ലതാ. നല്ല വെട്ടുകത്തിയോ വാക്കത്തിയോ ഒരു ബലത്തിന്. ഇന്നല്ലെങ്കിൽ നാളെ അവന് പിടികൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ? എന്തോ ഒന്ന് അനങ്ങിയോ? ഈശ്വര. അല്ല, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എന്നാ പിന്നെ വരട്ടെ. ഭഗവാനെ, എന്റെ ഗുരുവായൂരപ്പ.